എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഫേസ് മസാജിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ എപ്പോഴും നമ്മൾ ഈ പാർലറിലൊക്കെ പോകുമ്പോൾ അവർ പ്രഷർ പോയിന്റ്സ് നോക്കി മസാജ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ഫേഷ്യൽ മസാജാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മസാജ്. ഒരുപാട് പൈസയെ കൊടുത്ത് നിങ്ങൾ പാർലറിലൊന്നും പോയി ഫേഷ്യൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ക്രീംസോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ അതുപോലെ ഒരു ഫേഷ്യൽ മസാജിങ് ആണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും ഒരു ഫേഷ്യൽ ഇത് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ടൊരു ക്രീം അല്ലെങ്കിൽ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന കാര്യങ്ങൾ വേണം എപ്പോഴും വാങ്ങിക്കാനായിട്ട്. നിങ്ങളുടെ സ്കിന്നിന് എന്ത് സ്യൂട്ടാകുന്നോ അതുപോലുള്ള ക്രീംസ് വാങ്ങിക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ക്രീമുകൾ വാങ്ങിക്കുക. എങ്കിലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത് പറയാം, നമ്മളെപ്പോഴും ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ക്രീംസ് ഒക്കെ കാണാറുണ്ട്. നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നമ്മൾ പാരബിൻ ഫ്രീ ആണോ എന്നൊക്കെ നോക്കുമ്പോൾ ഹൈലൂറോണിക് ആസിഡ് അതിനകത്ത് ഇൻക്ലൂഡ് ആണോ എന്നും കൂടെ നോക്കണം. കാരണം ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഓട്ടോമാറ്റിക് പ്രൊഡ്യൂസ് ആകുന്ന ഒരു ആസിഡാണ് ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിനെ എങ്ങായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ചർമ്മങ്ങളൊക്കെ ഡള്ളായി പോകാതിരിക്കാനും സാഗായി പോകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ സ്കിന്നിൽ ഓട്ടോമാറ്റിക് അത് പ്രൊഡ്യൂസ് ആവും. പക്ഷേ വയസ്സാകും തോറും എന്ത് പറ്റും, അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. അത് ബിക്കോസ് നമ്മളെ കൊണ്ട് തന്നെയാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കതൊക്കെ കുറയുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരത്തില്ല. അപ്പോൾ നമ്മളെ ഫുഡിലും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഹൈലൂറോണിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മൾ അത് അടങ്ങിയിട്ടുള്ള ക്രീംസ് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾ ക്രീമിലൊക്കെ ഹൈലൂറോണിക് ആസിഡ് എന്ന് കാണുമ്പോൾ പേടിക്കേണ്ട. അത് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളൊരു സംഭവം തന്നെ ആണ്. ഓക്കെ, അപ്പം ഞാൻ പോകുന്നില്ല. ഒരുപാട് ഡീറ്റെയിൽ ആയി ചിലപ്പോൾ പറയാറുണ്ട് ചേച്ചി വലിച്ച് നീട്ടുന്നത്. പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരാളാണ് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ ഒരു ചാനൽ കണ്ടിട്ടും പ്രയോജനമുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നൊരു ചാനലായിട്ട് ഇതിനെ എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഒരു നല്ല ഓയിലോ ഒരു ക്രീമോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ മസാജിങ് ചെയ്യാനായിട്ട്. ഒരുപാടൊന്നും ക്രീമിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിൽ ഒരു ആവശ്യത്തിന് ക്രീമോ മോയ്സ്ചറൈസറോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേഷ്യൽ പോയിന്റ്സിലാണ് നമ്മളിപ്പോൾ മസാജ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇച്ചിരി നല്ലപോലെ എടുത്തിട്ടുണ്ട്, കാരണം ഒരു നല്ല മസാജിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു 2 വിരൽ ഉപയോഗിച്ച് നമ്മുടെ ഈ ചിൻ ഏരിയ ഉണ്ടല്ലോ, ചിൻ ഏരിയയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലാഫിംഗ് ലൈറ്റ്സ്, എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം ആണല്ലോ നമ്മുടെ ഈ ഒരു ലാഫിംഗ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് ചെയ്യുമ്പം തന്നെ വൺ ടൈം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ ഈ ഫേസ് മസാജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇതിൽ കൂടെ നമ്മുടെ മൂക്കിൽ കൂടി നമ്മുടെ സെൻട്രലിൽ കൂടി നമ്മുടെ നെറ്റിയിൽ അവസാനിപ്പിക്കുക ഈ ഒരു 2 വിരൽ ഉപയോഗിച്ച്. ഓക്കെ, ലാഫിംഗ് ലൈൻസിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണിത്. ഇതുപോലെ മസാജ് ചെയ്യുക. ഈ 2 വിരൽ ഉപയോഗിച്ച് ഇവിടെ വരെ മസാജ് ചെയ്യുക. 1 2 ഫോൺ ചുമ്മാ അടിക്കുവാണല്ലോ. 3 4 5 6 7. സാവധാനം വേണം നമ്മൾ എപ്പോഴും മസാജിങ് ചെയ്യാനായിട്ട്. അടിച്ചു പിടിച്ചൊന്നും മസാജിങ് ചെയ്യാൻ പാടില്ല. 9 10. ഓക്കെ, റിലാക്സ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ലാഫിംഗ് ലൈൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ 1 ഇങ്ങനെ 3 എടുത്ത്, അതായത് 3 പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ പോയിന്റ്, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ. ഓക്കെ, ഫസ്റ്റ് ഇവിടെ, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ, ഇങ്ങനെ 1 3 പ്രാവശ്യം വരുമ്പോഴാണ് 1. അടുത്തത് 2. ഓക്കെ, അങ്ങനെ 1 2 3 4. ശ്രദ്ധിച്ച് ചെയ്യണമേ. 5. നമ്മൾ കറക്റ്റ് പോയിന്റിൽ ചെയ്തില്ലെങ്കിൽ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. 6 7 8 9 10. കറക്റ്റ് ആ ഒരു പോയിന്റ്സ് നോക്കി ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഫേസ് മസാജ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിനുള്ള അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവരും ഒക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ലാഫിംഗ് ലൈൻ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള മസാജസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഓരോ മസാജിങ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ പോയിന്റ്സിൽ കൂടെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ടെമ്പിൾ ഭാഗത്ത് അവസാനിപ്പിക്കുക. 1 ടെമ്പിൾ ഭാഗത്ത് അവസാനിപ്പിക്കുക. 2 നല്ല പോലെ മസാജ് എടുക്കുക. 3 4 ഓവർ പ്രഷർ കൊടുക്കരുത്, ചെറിയൊരു പ്രഷർ. 5 6 7 നല്ലപോലെ ആ ഒരു ഇത് നല്ലപോലെ മസാജ് കൊടുക്കുക, നല്ല ഒരു പ്രഷർ പോയിന്റ് കൊടുത്ത് ചെയ്യുക. 8 ഒരുപാട് പ്രഷർ അല്ല, ലൈറ്റ് പ്രഷർ. 9 10 അതുപോലെ തന്നെ ഈ സൈഡിലും 2 കൈ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 1 2 3 നല്ല ഈ ഒരു രീതിയിൽ കൈവച്ച് ചെയ്യാം. 4 5 ലാഫിംഗ് ലൈൻ എല്ലാവർക്കും ഉണ്ടാകും. അതിന് ഭയങ്കര ഡീപ്പായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ഡീപ്പ് ആകുമ്പോഴാണ് അത് വൃത്തിയായിട്ട്. അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയൊക്കെ ഒരു ലാഫിംഗ് ലൈൻ ഉണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതൊരുമാതിരി വരം മാതിരി നമ്മൾ ചിരിക്കാതിരിക്കുമ്പോഴും ഭയങ്കര ഡീപ്പായിട്ട് തെളിഞ്ഞ് കാണുമ്പോഴാണത് വൃത്തിയേട്. ഓക്കെ, 10. അടുത്തെന്ന് വെച്ചാൽ ക്രീം നിങ്ങളുടെ കയ്യിൽ കുറവാണ്, മുഖത്തിന് ഒരു ഇലാസ്റ്റിസിറ്റി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും കൂടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് മുകളിൽ അതേ ഇതുപോലെ നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് അവസാനിപ്പിക്കുന്നു. 1 നമ്മൾ ടെമ്പിൾ ഭാഗത്തല്ലേ മുമ്പേ അവസാനിപ്പിച്ച്. അടുത്തത് തൊട്ട് മുകളിലായിട്ട് ഇതേ ഇതുപോലെ. 2 3 4 5 6 7 8 9 10. റിലാക്സ്. നമ്മളിത് ചെയ്തിട്ട് ഉടനെ കണ്ണാടി പോയി നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്കിൻ ഒരു ടൈറ്റ് ആയിട്ടൊരു ഫേം ആയിട്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് നിങ്ങൾ മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ ഭാഗം, നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഈ 2 സൈഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് 1 മുകളിലേക്ക് കണ്ടോ, മുകളിലേക്ക് വയ്ക്കുക. ഈ മുടി എനിക്ക് കെട്ടി വെച്ചില്ലെങ്കിൽ ഓക്കെ, മുകളിലേക്ക് വയ്ക്കുക. 1 ഇതുപോലെ വന്ന് ഇതുപോലെ നമ്മുടെ നെറ്റിയിലേക്ക് വന്ന് മുകളിലേക്ക്. 2 കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വന്ന് മുകളിലേക്ക്. 3 സാവധാനം ചെയ്യാം. 4 5 6 7 പതുക്കെ സാവധാനം ചെയ്യണം കേട്ടോ. 8 9 10. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ ഒരു വിരലുകൊണ്ട് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്തൊരു പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ 1 2 3 4 5 6 7 8 9 10. അടുത്തത് നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ഈ ഭാഗം വരെ സി, നമ്മൾ സി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്, ആ ഒരു ഇതിൽ ഈ 2 വിരൽ വെച്ചിട്ട് ഇതേ ഇങ്ങനെ 1 നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒരു ഷിവറിങ് പോലെ നമ്മളിങ്ങനെ ഒരു പ്രഷർ കൊടുക്കുക. 2 നമ്മുടെ അവിടെ ആ ഒരു ഭാഗത്തുള്ള ലൈൻസും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇട്ട ഉടനെ ഒരു ദിവസം കൊണ്ട് ലൈൻ പോകുന്നല്ല, നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈനൊക്കെ മാറി നല്ല ക്ലിയർ ആകാനായിട്ട് സഹായിക്കും. ആ സൈഡിലുള്ള ക്രോ ലൈൻസും നമ്മുടെ ആ ഒരു കണ്ണൊക്കെ ഒരുമാതിരി ഒരു ജീവൻ ഇല്ലാതിരിക്കുന്ന കണ്ണുകളും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ സൈഡും ആ ഒരു ഭാഗത്ത് ചെയ്യുക. കണ്ടിട്ടില്ലേ, നമ്മുടെ ആ ഒരു ഭാഗം ഒരു തുടിപ്പില്ലാതിരിക്കും, ചിലർക്ക് ഒരു ജീവൻ ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ ഇവിടെ നല്ല പോലെ തിളങ്ങിയിട്ടിരുന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പിഗ്മെൻറ്റേഷനൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് അധികമായിട്ട് പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്, നമ്മുടെ ഈ ഒരു ഭാഗത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലപോലെ
പ്രൊജക്റ്റ് ചെയ്ത് അറിയും. അപ്പോൾ നമ്മൾ അത് അവിടെ നല്ലപോലെ മസാജിങ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആക്കി എടുക്കണം. ഓക്കെ, റിലാക്സ്. അടുത്ത നമ്മുടെ പിരികത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു പ്രഷർ കൊടുത്തിട്ട് അവിടെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്റർ അല്ലല്ലോ, സ്റ്റാർട്ടിങ് ഭാഗത്ത് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ മസാജ് ചെയ്ത് വന്ന് സെൻറ്റർ ഭാഗത്ത് ഒരു ഷേക്കിംഗ് താഴേക്ക്. ഓക്കെ, 1 ഒരു പ്രഷർ സൈഡിലേക്ക്, 2 സെൻറ്ററിൽ ഒരു പ്രഷർ സൈഡിലേക്ക്, 3 4 ഒരു പ്രഷർ കൊടുക്കണം കേട്ടോ നിങ്ങൾ ആ ഭാഗത്ത് ഒരു ഷേക്കിംഗ് ഒരു പ്രഷർ കൊടുത്തിട്ട് 5 6 നല്ലപോലെ ഒരു പ്രഷർ കൊടുക്കണം, 7 നല്ല കണ്ണടച്ച് ഫീൽ ചെയ്ത് ചെയ്യുക നിങ്ങൾ, 8 9 10 റിലാക്സ്. ഓക്കെ, അടുത്ത ഈ 2 വിരൽ വെച്ചിട്ട് നമ്മുടെ ഈ നെറ്റിയുടെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് 1 കണ്ടോ, 2 നമ്മുടെ ആ സെൻറ്ററിലൊന്നും നെറ്റിയിലൊന്നും ലൈൻസ് എല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പലർക്കും ഈ നെറ്റിയുടെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ 3-4 ലൈൻസ് ഒക്കെ കാണും. അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഈ 2 വിരലുകൾ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്യുക. 4 5 6 നമ്മളൊരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം മാത്രമേ നമ്മുടെ ഒരു ചാനൽ ഓരോ വീഡിയോസിലായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൂടെ ചെയ്യണം, നല്ല ഇതായിട്ട് ഫുള്ളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫേസ് യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മുടെ 2 വിരലും വെച്ച് ഈ 2 സൈഡിലായിട്ട് 1 2 3 4 5 6 7 8 9 10 അടുത്ത നമ്മുടെ കുഞ്ഞു വിരലുണ്ടല്ലോ, കുഞ്ഞു വിരൽ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ പ്രഷർ കുഞ്ഞു വിരലിലാണ്. 1 പ്രഷർ കൊടുക്കുന്നത് കുഞ്ഞു വിരലിൽ. ഓക്കെ, 2 3 4 5 6 7 8 9 10 നല്ലപോലെ തട്ടി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. നിങ്ങൾക്ക് ഇപ്പം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് സ്കിന്ന് നമുക്ക് അവർ ഫീൽ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ നല്ല പോലെ ഫീൽ ചെയ്യാൻ പറ്റും സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നിങ്ങൾ പതുക്കെ ദിവസവും ഇപ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് അയ്യോ അടുത്ത ദിവസം റിസൾട്ട് കിട്ടില്ല. നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ഗ്രൂപ്പിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ എൻ്റെ വെയിറ്റ് കുറയുന്നില്ല, വെയിറ്റ് കുറയുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് കുറയുന്നില്ല എന്ന് പറഞ്ഞ് കിടന്ന് കരയരുത്. നിങ്ങളുടെ വെയിറ്റ് കുറയും, നിങ്ങൾ ശ്രമിക്കാതെ വെയിറ്റ് കുറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് മെസ്സേജസ് കാണാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന്. പിന്നെ അത് ഞാൻ ഇഗ്നോർ ചെയ്ത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വീണ്ടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം. ചിലർക്ക് 1 മാസം കൊണ്ട് കുറയും, ചിലർക്ക് 2 മാസം കൊണ്ട് കുറയും, ചിലർക്ക് 1 വർഷം എടുക്കും കുറയാൻ. സ്ലോ ആൻഡ് സ്റ്റഡി നമ്മുടെ ശരീരം അനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് പോകണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫേസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായി. ചിലർക്ക് പെട്ടെന്ന് ഫേസിൽ റിസൾട്ട് കിട്ടും, ചിലർക്ക് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ പതുക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക. 10 ദിവസം ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മാറി എന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒരു 3 മന്ത്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫേസ് യോഗ ചെയ്യണം. ഫേസ് നല്ല ഒരു ഗ്ലോയും റിസൾട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ 3 മന്ത്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫേസ് യോഗ ചെയ്താൽ മാത്രമേ കിട്ടും. 1 മാസം കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ആ ഒരു ഫീലിങ്സ് വരും. 2ാമത്തെ മാസം നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഡെയിലി നമ്മളൊരു ചെടിക്ക് നല്ലപോലെ വെള്ളം എടുത്ത് എന്ത് പറ്റും, ആ ചെടി പതുക്കെ കിളിർത്ത് മുകളിൽ വരും, പതുക്കെ വരും. പിന്നെ ഒരു നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പതുക്കെ അതിൽ പൂക്കളും കായ്കളും ഒക്കെ വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലായിരുന്നാലും ശരീരത്തിലെ വെയിറ്റ് ലോസ് ആയിരുന്നാലും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 2nd ഡേ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അതാണ് നമ്മുടെ 2nd ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഒരു കിഡിലൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.